Hey guys, welcome back. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോഡോസ്കോപ്പ് ബേസിക്സ് ആൻഡ് റോഡോസ്കോപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്ന കുറച്ച് എഫക്ട്സിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് റോഡോസ്കോപ്പിംഗ്? എന്താണ് റോഡോസ്കോപ്പിംഗ്? നമ്മുടെ കയ്യിലുള്ള വീഡിയോയിലെ സബ്ജക്റ്റിനെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ മാസ്ക് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്നതാണ് റോഡോസ്കോപ്പിംഗ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിലെ സബ്ജക്റ്റിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൻ്റെയും ഇടയ്ക്ക് എനിക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. സോ അതിനുവേണ്ടി ഞാൻ സബ്ജക്റ്റിനെ ആദ്യം കട്ട് ചെയ്ത് മാറ്റും, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിനെ വേറൊരു ലെയർ ആക്കും, എന്നിട്ട് ഈ രണ്ട് ലെയറിൻ്റെ ഇടയ്ക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ നമ്മുടെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കട്ട് ചെയ്ത് ട്രാക്ക് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ റോഡോസ്കോപ്പിംഗ് എന്ന് പറയുന്നത്. ആൻഡ് റോഡോസ്കോപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലെയർ സെലക്ട് ചെയ്തിട്ട് പെൻ ടൂൾ ഉപയോഗിച്ച് സബ്ജക്റ്റിനെ മാത്രം മാസ്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഓരോ ഫ്രെയിമും ട്രാക്ക് ചെയ്തെടുക്കണം. ആൻഡ് നമ്മൾ റോഡോസ്കോപ്പ് ചെയ്യുമ്പം ഒരു മാസ്ക് ഉപയോഗിച്ച് മാത്രം സബ്ജക്റ്റിനെ കട്ട് ചെയ്തെടുക്കൽ, അതിന് പകരം ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് നമ്മൾ സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഫോർ എക്സാമ്പിൾ, ഫീറ്റ് മാത്രം മാസ്ക് ചെയ്തെടുക്കാം, ഹെഡിൻ്റെ പോർഷൻ മാത്രം മാസ്ക് ചെയ്തെടുക്കാം, നെക്കിൻ്റെ പോർഷൻ മാത്രം മാസ്ക് ചെയ്തെടുക്കാം, ഷോൾഡറിൻ്റെ പോർഷൻ മാത്രം മാസ്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് നമ്മൾ മാസ്ക് ചെയ്തെടുക്കണം. ബിക്കോസ് നമ്മൾ ഒരു മാസ്ക് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി പോയിൻറ്റ്സ് വരും. അങ്ങനെ പോയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുപോലെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനും പാടാണ്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ട്രാക്ക് ചെയ്തെടുക്കണം. ആൻഡ് ഇങ്ങനെ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നമ്മൾ ട്രാക്ക് ചെയ്തെടുക്കുന്നത് നല്ല ഹാർഡ് വർക്കാണ്, കുറേ ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ആൻഡ് ആഫ്റ്റർ എഫക്ട്സിൽ നമ്മൾ റോഡോസ്കോപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂളാണ് റോട്ടോബ്രഷ്. ആൻഡ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് റോട്ടോബ്രഷ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ 80% ഓഫ് വർക്ക് സോഫ്റ്റ്വെയർ തന്നെ ചെയ്തോളും, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി. സോ നമുക്ക് റോട്ടോബ്രഷിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെയും ഈ സബ്ജക്റ്റിൻ്റെയും ഇടയ്ക്ക് നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. സോ ആദ്യം നമുക്ക് സബ്ജക്റ്റിനെ മാത്രം കട്ട് ചെയ്ത് വേറെ ഒരു ലെയറിലേക്ക് ആക്കണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റോട്ടോബ്രഷ് ആണ്. നിങ്ങളിവിടെ ടൂൾ ബാറിൽ നോക്കുവാണെങ്കിൽ കാണാം. ഇനി നമുക്കത് സെലക്ട് ചെയ്യാം. ആൻഡ് റോട്ടോബ്രഷ് ഒരിക്കലും കോമ്പോസിഷൻ വിൻഡോയിൽ വർക്ക് ചെയ്യത്തില്ല, ലെയർ വിൻഡോയിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. സോ ലെയർ വിൻഡോ ഓപ്പൺ ആക്കാൻ വേണ്ടി നമ്മുടെ ലെയറിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ലെയർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു ഗ്രീൻ ഐക്കൺ കാണാം, അല്ലെങ്കിൽ ഒരു സിമ്പിൾ കാണാം. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമ്മൾ റോഡോസ്കോപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ബെറ്റർ ആയിട്ട് റോഡോസ്കോപ്പ് കിട്ടാൻ വേണ്ടി ഇത് അഡോബിൻ്റെ തന്നെ വെബ്സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ കോമ്പോസിഷൻ വിൻഡോയിൽ വന്നിട്ട് റെസൊല്യൂഷൻ ഫുള്ളാണെന്ന് ഉറപ്പ് വരുത്തുക. സോ നമ്മൾ ഫുൾ റെസൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് എഡ്ജസും പിക്സൽസ് ഒക്കെ കാണാം. സോ കുറച്ചുകൂടി ഈസി ആയിട്ട് ആഫ്റ്റർ എഫക്ട്സിന് റോഡോസ്കോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് നമ്മൾ റോഡോസ്കോപ്പ് ചെയ്യുമ്പം ഒരിക്കലും ഇങ്ങനെ എഡ്ജസ് വഴി പെയിൻറ്റ് ചെയ്ത് കൊടുക്കരുത്. ഓൾസോ നമ്മൾ സബ്ജക്റ്റിനെ മൊത്തം കവർ ചെയ്ത് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് നമ്മളിവിടെ സബ്ജക്റ്റിൻ്റെ സെൻറ്ററിൽ കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ ആഫ്റ്റർ എഫക്ട്സിന് ഈസി ആയിട്ട് സബ്ജക്റ്റിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആ കാര്യം നിങ്ങൾ റോഡോസ്കോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആൻഡ് ഞാൻ ഇവിടെ റോഡോസ്കോപ്പ് ചെയ്തപ്പം ഇവിടെ ഒരു എറർ കാണിക്കുന്ന കാണാം. ഫ്രെയിം റേറ്റ് മിസ്മാച്ച് ആണ്. അതായത് എൻ്റെ വീഡിയോയുടെ ഫ്രെയിം റേറ്റും കോമ്പോസിഷൻ്റെ ഫ്രെയിം റേറ്റും രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ നമുക്കിവിടെ എന്താണെന്ന് നോക്കാം. ഞാൻ ഇവിടെ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ സെലക്ട് ചെയ്യുവാണെങ്കിൽ വീഡിയോ ഇവിടെ ഉള്ളത് 23.976 FPS-ലാണ്. ആൻഡ് നമ്മൾ കോം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഫ്രെയിം റേറ്റ് 24 കിടക്കുന്ന കാണാം. ആൻഡ് ഈ എറർ സോൾവ് ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ഇൻറ്റർപ്രറ്റ് ഫൂട്ടേജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഫ്രെയിം റേറ്റ് കോമ്പോസിഷൻ്റെ ഫ്രെയിം റേറ്റ് തന്നെ കൊടുക്കുക. ഇനി നമ്മൾ റോഡോസ്കോപ്പ് ചെയ്യുവാണെങ്കിൽ ആ എറർ കാണിക്കത്തില്ല. ആൻഡ് സെക്കൻഡ് മെത്തേഡ്, നമുക്ക് കോം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം, Ctrl+K, എന്നിട്ട് ഫ്രെയിം റേറ്റ് നമ്മുടെ വീഡിയോയുടെ ഫ്രെയിം റേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മതി, ആ എറർ ഫിക്സ് ആയി കിട്ടും. ആൻഡ് നിങ്ങൾ പ്രീമിയർ പ്രോയിൽ നിന്ന് ഡൈനാമിക് ലിങ്ക് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. ഇപ്പോൾ നമുക്ക് റോഡോസ്കോപ്പിംഗ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ലെയർ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് റോഡോ ബ്രഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ബ്രഷിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഡ്രാഗ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മുകളിലോട്ടോ താഴോട്ടോ ഡ്രാഗ് ചെയ്താലും മതി. അങ്ങനെ സൈസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നമുക്ക് സൈസ് കുറച്ച് ഡിക്രീസ് ചെയ്തിട്ട് ടോപ്പ് ടു ബോട്ടം ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. സോ ഇത്രയും പോർഷൻ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൂം ചെയ്ത് നോക്കാം. ആൻഡ് ഇവിടെ കുറച്ചുകൂടെ സെലക്ട് ആകാനുണ്ട്. നമുക്ക് ബ്രഷിൻ്റെ സൈസ് കുറച്ച് ഡിക്രീസ് ചെയ്തിട്ട് ഇവിടെയും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ സെലക്ട് ആകാനുണ്ട്, ഡ്രോ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലെഗിൻ്റെ പോർഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ടൈം എടുത്ത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് അതിന് മുമ്പ് നമ്മൾ ഇഫക്റ്റ് കൺട്രോൾസിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഫസ്റ്റ് തന്നെ നമ്മളിവിടെ വേർഷൻ 2.0 സെലക്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു 2020 അപ്ഡേറ്റിലാണ് റോട്ടോബ്രഷ് 2.0 വന്നതെന്നാണ്. അതിന് മുമ്പ് നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ 2.0 ഓപ്ഷൻ കാണത്തില്ല, 1.0 ക്ലാസിക്ക് മാത്രമേ കാണത്തുള്ളൂ. ആൻഡ് 1.0 റോട്ടോബ്രഷിൻ്റെ പഴയ വേർഷനാണ്. ആൻഡ് അത് യൂസ് ചെയ്ത് റോഡോസ്കോപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒട്ടും ആക്യുറേറ്റ് അല്ല. സോ നിങ്ങൾക്ക് 2.0 അവൈലബിൾ ആണെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്യാം. ആൻഡ് ക്വാളിറ്റി എപ്പോഴും സ്റ്റാൻഡേർഡ് മാറ്റിയിട്ട് ബെസ്റ്റ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുമ്പോഴത്തേനും പ്രോസസ്സിങ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും, ബട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ പാടാണ്. സോ എപ്പോഴും ബെസ്റ്റ് യൂസ് ചെയ്യുക. ആൻഡ് ഇവിടെ ഇൻവേർട്ട് ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും, ആൻഡ് സെലക്ട് ചെയ്യാത്ത പോർഷൻ വിസിബിൾ ആയിട്ട് നിൽക്കും. സോ അത്രേ ഉള്ളത്.
ആൻഡ് ഇവിടെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആൻഡ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയാൽ കുറേ ടൈം എടുക്കും. ആൻഡ് ഞാൻ ഈ റോഡോബ്രഷിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി റെഫർ ചെയ്തത് അഡോബിൻ്റെ തന്നെ ഒരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ റോഡോബ്രഷിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓരോ ഓപ്ഷൻസിൻ്റെ ഡീറ്റെയിൽസും, എങ്ങനെ റോഡോസ്കോപ്പ് ചെയ്യാം, റോഡോബ്രഷിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് വായിച്ച് നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. പ്രൊഫൈലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം ഞാൻ പറഞ്ഞു പോകാം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ബ്ലോഗ് പോസ്റ്റിനകത്ത് വായിച്ച് നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ യൂസ് മോഷൻ ബ്ലർ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ വീഡിയോയിൽ ഒത്തിരി മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മോഷൻ ബ്ലർ കാണും. സോ അങ്ങനെ മോഷൻ ബ്ലർ ഉള്ള കണ്ടീഷൻ വരുവാണെങ്കിൽ ഈ ബോക്സ് നമ്മൾ ഓൺ ആക്കിയിടണം. സോ ആഫ്റ്റർ എഫക്ട്സ് അതനുസരിച്ച് റോഡോസ്കോപ്പ് ചെയ്തോളും. ആൻഡ് ഇവിടെ മോഷൻ ബ്ലർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇവിടെ ഹയർ ക്വാളിറ്റി ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഹയർ ക്വാളിറ്റി ഇനേബിൾ ചെയ്യുമ്പോൾ പ്രോസസ്സിംഗ് പവർ കുറച്ച് കൂടും, ബട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. സോ അത് ഓണാക്കി ഇടുക. ആൻഡ് ഇവിടെ ഡീകണ്ടാമിനേറ്റ് എഡ്ജ് കളേഴ്സും ഓൺ ചെയ്തിടുക. നമ്മൾ റോഡോസ്കോപ്പ് ചെയ്യുമ്പോൾ എഡ്ജസിൻ്റെ പിക്സൽസിൽ കളേഴ്സ് വരും. സോ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ടാൽ മതി. ആൻഡ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കിയിട്ടുണ്ട്. ഓൾസോ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നുണ്ട്. സോ സിസ്റ്റം കുറച്ച് ലാഗ് ആകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ മോഷൻ ബ്ലറും ഡീകണ്ടാമിനേറ്റ് എഡ്ജ് കളേഴ്സും ഡിസേബിൾ ചെയ്തിടുവാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ റോഡോസ്കോപ്പ് ഒന്ന് സെറ്റ് ആക്കി കൊടുക്കാം. ഇവിടെ കുറച്ച് സെലക്ഷൻ വരാറുണ്ട്, നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓൾസോ ഇവിടെ കുറച്ച് സെലക്ഷൻ കൂടിപ്പോയിട്ടുണ്ട്, അത് മൈനസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓൾട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കാം. സോ ഇവിടെ റെഡ് ഐക്കൺ വന്നിരിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടാത്ത പോർഷൻ ഇങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കാം. സോ ഇങ്ങനെ ഞാൻ ഫുൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഏകദേശം സെലക്ഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഹെയറിൻ്റെ റീജിയനൊക്കെ വരുമ്പം നമുക്ക് റോഡോ ബ്രഷ് യൂസ് ചെയ്ത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടൂളാണ് റിഫൈൻ എഡ്ജ് ടൂൾ. അത് നമുക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ റോഡോ ബ്രഷിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് റിഫൈൻ എഡ്ജ് ടൂളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം. ആൻഡ് ഇവിടെ റിഫൈൻ എഡ്ജ് ടൂളിൻ്റെ കളർ ഒരു ബ്ലൂയിഷ് കളറാണ്. ആൻഡ് റിഫൈൻ എഡ്ജ് ടൂളും റോഡോ ബ്രഷ് ടൂളും തമ്മിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഓൾട്ട് W ആണ്. നമുക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാം. ഇതെപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഓൾട്ട് W നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് റോഡോ ബ്രഷ് ടൂളും റിഫൈൻ എഡ്ജ് ടൂളും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സ്വിച്ച് ചെയ്യാം. ആൻഡ് ഈ റിഫൈൻ എഡ്ജ് ടൂൾ വെച്ചിട്ട് നമ്മൾ ഈ ഹെയർ ഉള്ള പോർഷനിൽ കൂടെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. ആൻഡ് ഇവിടെ ഒരു ആൽഫ വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. വൈറ്റ് കളർ വിസിബിൾ ആയിട്ടുള്ള റീജിയനും ബ്ലാക്ക് കളർ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള റീജിയനുമാണ്. അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റീജിയൻ നമുക്ക് റിഫൈൻ എഡ്ജ് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെ നമ്മൾ സബ്ജക്റ്റിനെ ഫുള്ള് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രാക്ക് ചെയ്തെടുക്കണം. നമുക്ക് ഫ്രെയിം ബൈ ഫ്രെയിം ട്രാക്ക് ചെയ്യാം. ആൻഡ് അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഞാനിവിടെ പേജ് ഡൗൺ പ്രസ് ചെയ്യുവാണെങ്കിൽ ഒരു ഫ്രെയിം മുമ്പോട്ട് പോകും. സോ ഒരു ഫ്രെയിം മുമ്പോട്ട് പോയിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ എഫക്ട്സ് ഓട്ടോമാറ്റിക്കായി ട്രാക്ക് ചെയ്തിട്ടുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. വീണ്ടും ഒരു ഫ്രെയിം മുമ്പോട്ട് പോകാം. ഇവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല. വീണ്ടും ഒരു ഫ്രെയിം മുമ്പോട്ട് പോകാം. ഇങ്ങനെ നിങ്ങൾ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് മുമ്പോട്ട് പോയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം. സോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്പേസ് ഹോൾഡ് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആഫ്റ്റർ എഫക്ട്സ് പ്ലേ ആയിക്കോളും. ആൻഡ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം പോകുന്നതാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ പ്ലേ ചെയ്ത് കൊടുത്താലും മതി. സോ ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് കൊടുക്കുവാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ ബാക്കിലായിട്ട് ഒരു 2 ഫ്രെയിം പോവുകയാണെങ്കിൽ ദേ ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് പോർഷൻ സെലക്ട് ആകാനുണ്ട്. സോ നമുക്ക് റോഡോ ബ്രഷ് ടൂൾ എടുക്കാം. എന്നിട്ട് സൈസ് കുറച്ച് ഡിക്രീസ് ചെയ്യാം. എന്നിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്ത് ഇവിടെ ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും പ്ലേ ചെയ്യാം. ആൻഡ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ട്രാക്ക് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് നോക്കാം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന്. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ റോഡോ ബ്രഷ് ടൂളിൻ്റെ ഫെദർ ഇൻക്രീസ് ചെയ്യാം, കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാം, എഡ്ജസ് കൺട്രാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, ഷാറ്റർ റെഡ്യൂസ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ റിഫൈൻ എഡ്ജ് മാറ്റിൻ്റെ, അതായത് നമ്മൾ റിഫൈൻ എഡ്ജ് ടൂൾ വെച്ച് സെലക്ട് ചെയ്ത പോർഷൻ്റെ സ്മൂത്ത്നെസ്, ഫെദർ, കോൺട്രാസ്റ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം പതുക്കെ ടൈം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാവുന്നതാണ്. തൽക്കാലം ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. സോ നമ്മുടെ സെലക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ചെയ്ത റോഡോസ്കോപ്പ് ഓക്കെ ആണെന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറേ വ്യൂ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ നമുക്ക് ആൽഫ വ്യൂ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈറ്റ് കളറിൽ കാണുന്നത് വിസിബിൾ ആയിട്ടുള്ള ഏരിയയും ബ്ലാക്ക് കളറിൽ കാണുന്നത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അതിൻ്റെ അടുത്തായിട്ട് ആൽഫ ബൗണ്ടറി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫൈനലായിട്ട് ആൽഫ ഓവർലേ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെഡ് കളറിൽ കാണുന്നത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള പോർഷനും അല്ലാത്തത് നമ്മൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റുമാണ്. ആൻഡ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും ക്ലിയർ ആയിട്ട് കാണാം. ഓൾസോ നിങ്ങൾക്ക് ഇവിടെ കളർ ചേഞ്ച് ചെയ്യാനും അതിൻ്റെ ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യാനും എല്ലാ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ചെയ്ത റോഡോസ്കോപ്പ് ഓക്കെ ആണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്യാം. ഇവിടെ ഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ആൻഡ് നമ്മൾ ഫ്രീസ് ചെയ്യുമ്പം നമ്മൾ ചെയ്ത റോഡോസ്കോപ്പ് ആഫ്റ്റർ എഫക്ട്സ് ലോക്ക് ചെയ്ത് വെക്കുവാണ് അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് വെക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ റോഡോസ്കോപ്പ് ഫ്രീസ് ആയിട്ടുണ്ട്.
ഇനി നമുക്കിവിടെ ചേഞ്ചസ് ഒന്നും വരുത്താൻ വേണ്ടി പറ്റത്തില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇവിടെ ഫ്രീസിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അൺഫ്രീസ് ആവും, എന്നിട്ട് ചേഞ്ചസ് വരുത്താം. ഓക്കെ, എനിക്കിത് ഓക്കെയാണ്. സോ ഞാൻ ഇവിടെ കോമ്പോസിഷൻ പാനൽ ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് നമ്മൾ റോഡോസ്കോപ്പ് ചെയ്തെടുത്ത വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലെയർ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ബോട്ടം ലെയർ സെലക്ട് ചെയ്യാം. എന്നിട്ട് റോഡോ ബ്രഷ് ഡിലീറ്റ് ചെയ്ത് കളയാം. സോ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടും സബ്ജക്റ്റും സെപ്പറേറ്റ് ലെയറിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം ലെയർ ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് എന്ന്. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെയും സബ്ജക്റ്റിൻ്റെയും ഇടയ്ക്ക് പ്ലേസ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആൻഡ് ചുമ്മാ ടെക്സ്റ്റ് ആഡ് ചെയ്താൽ ബോറിംഗ് ആയിരിക്കും. സോ ഞാൻ വീഡിയോ ഒന്ന് ട്രാക്ക് ചെയ്തെടുക്കുവാണ്. ആൻഡ് 3D ക്യാമറ ട്രാക്കിങ്ങിനെ കുറിച്ച് ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഇവിടെ ട്രാക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഏതൊരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ടെക്സ്റ്റ് ആൻഡ് ക്യാമറ സെലക്ട് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട രീതിയിൽ പൊസിഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിൻ്റെ സൈസും പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ലെയർ റോട്ടോ ലെയറിൻ്റെ താഴെ കൊണ്ടുവെക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ആൻഡ് വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഒരു കാര്യം മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. നമ്മൾ പ്രീമിയറിൽ എഡിറ്റ് ചെയ്തിട്ട് ആഫ്റ്റർ എഫക്ട്സിലേക്ക് ഡൈനാമിക് ലിങ്ക് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പം മേ ബി ഫ്രെയിം റേറ്റ് ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ റീസൺ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോയുടെ ഫ്രെയിം റേറ്റും പ്രീമിയറിൽ ക്രിയേറ്റ് ചെയ്ത സീക്വൻസിൻ്റെ ഫ്രെയിം റേറ്റും ഡിഫറൻ്റ് ആയതുകൊണ്ടാണ്. ആൻഡ് ഇത് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം. ഡൈനാമിക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ക്ലിപ്പ് ഒന്ന് നെസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ബാക്ക് ടു ദ വീഡിയോ. സോ റോഡോ ബ്രഷ് യൂസ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ആൻഡ് ഇത് ഉപയോഗിച്ച് നമുക്ക് ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ട്രാൻസിഷൻസ്, ഇഫക്ട്സ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് റോഡോസ്കോപ്പ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാമെന്ന് 2-3 ബേസിക് എഫക്ട്സ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും. ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബേസിക് ക്ലോൺ ഇഫക്റ്റ് ആണ്. ഇവിടെ ഞാൻ സബ്ജക്റ്റിനെ റോഡോസ്കോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലോൺ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈസിയാണ്. എനിക്ക് 2 ക്ലോൺസ് ആണ് വേണ്ടത്. സോ ഞാൻ ഇവിടെ റോഡോ ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഈ 2 ലെയേഴ്സിൻ്റെ പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പൊസിഷനിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി പ്ലേ ഹെഡ് കുറച്ച് മുമ്പോട്ട് മാറ്റാം. എന്നിട്ട് ഫസ്റ്റ് ലെയറിൻ്റെ പൊസിഷൻ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുവാണ്. ആൻഡ് സെക്കൻഡ് ലെയറിൻ്റെ പൊസിഷൻ ഞാൻ റൈറ്റിലേക്ക് മാറ്റുവാണ്. സോ ഇവിടെ നമുക്ക് 2 ക്ലോൺസ് വന്നിരിക്കുന്നതാണ്. ഇനി ഈ ആനിമേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആകാൻ വേണ്ടി ഞാൻ 2 കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഗ്രാഫ് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 ലെയേഴ്സിൽ മോഷൻ ബ്ലറോടെ എനേബിൾ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ആൻഡ് അടുത്തായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സിമ്പിൾ ട്രാൻസിഷൻ ആണ്. ആൻഡ് ഈ വീഡിയോയിൽ സബ്ജക്റ്റിനെ മാത്രം ഞാൻ റോഡോസ്കോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് വീഡിയോയുടെ മേളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് വീഡിയോ, അതിൻ്റെ മേളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പൊസിഷൻ ഒന്ന് ആനിമേറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് P പ്രസ് ചെയ്യാം. എന്നിട്ട് പ്ലേ ഹെഡ് എൻഡിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ട് പൊസിഷനിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റാർട്ടിംഗ് ഫ്രെയിമിലേക്ക് പോയിട്ട് ഇതിൻ്റെ പൊസിഷൻ സൈഡിലേക്കോ താഴോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും ആക്കി കൊടുക്കാം. ഇനി 2 കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യാം ECC ചെയ്യാൻ വേണ്ടി. ദെൻ ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്തിട്ട് ഗ്രാഫ് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ആൻഡ് ലെയറിൻ്റെ മോഷൻ ബ്ലറൂടെ എനേബിൾ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതാണ് ഫൈനൽ റിസൾട്ട്. ആൻഡ് ഫൈനലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ചെറിയ ഗ്ലോ ഇഫക്റ്റ് ആണ്. ഇവിടെ ഞാൻ ക്യാപ്പ് മാത്രം റോഡോസ്കോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും ഇൻഡിവിജ്വൽ എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ ക്യാപ്പിലേക്ക് ഒരു ഗ്ലോ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഇഫക്റ്റ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഏത് ഇഫക്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ഗ്ലോ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് ഇത് നിങ്ങളൊരു എക്സാമ്പിൾ മാത്രമായിട്ട് എടുത്താൽ മതി. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഒബ്ജക്റ്റ് വേണമെങ്കിലും റോഡോസ്കോപ്പ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഷൂവിൽ ആഡ് ചെയ്യാം, ഷർട്ടിൽ ആഡ് ചെയ്യാം, കാറ്, ബൈക്ക്, ഏത് വേണമെങ്കിലും ഇതുപോലെ വീഡിയോയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇതിലേക്ക് ഞാൻ ഗ്ലോ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഫക്ട്സ് കൺട്രോളിലേക്ക് പോയിട്ട് ഗ്ലോ ത്രെഷോൾഡ്, റേഡിയസ്, ഇൻറ്റൻസിറ്റി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കളർ കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഗ്ലോ കളേഴ്സ് A and B സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് കളർ A and B ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. സോ ഇങ്ങനെ റോഡോസ്കോപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടം പോലെ എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇതുപോലെ ഞാൻ റോഡോസ്കോപ്പ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത എഫക്റ്റാണ് ബബിൾ വാപ്പ് ഇഫക്റ്റ്. ആൻഡ് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ കണ്ടാൽ മതി. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് റോഡോസ്കോപ്പിങ്ങിനെ കുറിച്ചും റോഡോ ബ്രഷിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.